ഭൂപടത്തിൽ വിള്ളലുകൾ വീഴുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പടിഞ്ഞാറൻ ശക്തികളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയതും ശക്തവുമായ അലയൊലികളാണ് ഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ കണ്ടത്. യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ നയതന്ത്രത്തെ മുറുകെ പിടിക്കും എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പ്രഖ്യാപിക്കുമ്പോൾ അത് കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് പുതിയൊരു ലോകക്രമത്തിന്റെ മുന്നറിയിപ്പാണ്. ദശാബ്ദങ്ങളായി സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും സൈനിക ഭീഷണികളിലൂടെയും ഇറാനെ തളർത്താൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സമ്മർദ്ദങ്ങൾ കൂടുന്തോറും കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് ഇറാന്റെ ചരിത്രം. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നിയമവിരുദ്ധമായ കടന്നുകയറ്റങ്ങളെ സൈനികമായി നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന് അരാഗ്ചി വ്യക്തമാക്കുന്നു. എന്നാൽ സമാധാനത്തിന്റെ വാതിലുകൾ തങ്ങൾ അടച്ചിട്ടില്ലെന്നും നയതന്ത്ര ചർച്ചകൾക്ക് ഇപ്പോഴും സ്ഥാനമുണ്ടെന്നും അദ്ദേഹം ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ഇറാന്റെ മാത്രം പോരാട്ടമല്ല, മറിച്ച് പടിഞ്ഞാറിന്റെ തെറ്റായ മേധാവിത്വ ബോധം തകർക്കാനുള്ള ഒരു ആഗോള നീക്കം തന്നെയാണ്. ബ്രിക്സ് ഇന്ന് വെറും ഒരു സാമ്പത്തിക കൂട്ടായ്മയല്ല, പടിഞ്ഞാറൻ ശക്തികളുടെ ആധിപത്യത്തിൽ നിന്ന് വിമുക്തമായ ഒരു ബഹുദ്രവ ലോകം കെട്ടിപ്പടുക്കാനുള്ള രാഷ്ട്രീയ കവചമാണിത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ഈ യോഗം ഇറാന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയത്. അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തുന്ന രാഷ്ട്രീയത്തിന് ഇനി അധികകാലം ആയുസ്സില്ലെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. തങ്ങളുടെ സൈനികരുടെ ത്യാഗം ബ്രിക്സ് രാജ്യങ്ങളുടെയും ആഗോള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെയും പരമാധികാരം സംരക്ഷിക്കാനാണെന്ന് ഇറാൻ പറയുമ്പോൾ ഭൗമരാഷ്ട്രീയത്തിലെ പുതിയ മാറ്റങ്ങൾ വ്യക്തമാണ്. അമേരിക്കയുടെ ശിക്ഷാരഹിതമായ ഇടപെടലുകൾ അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ബാധകമാകണം. ഇന്ത്യയുടെ നയതന്ത്ര പിന്തുണയും ബ്രിക്സിന്റെ കൂട്ടായ കരുത്തും ഇറാന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ലോകം നീങ്ങുമ്പോൾ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ നിലപാട് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയെ എന്നേക്കുമായി മാറ്റിമറിക്കും.